നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരെ മുഖ്യമന്ത്രിയാക്കും എന്നതാണല്ലോ CPIM-നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദാർശനിക പ്രശ്നം. സമീപകാലത്തെ ഇടപെടലുകൾ ഉണ്ടാക്കിയ മേൽക്കൈ VS അച്യുതാനന്ദൻ ഫാൻസിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഔദ്യോഗിക പക്ഷ പിണറായി ഫാൻസുകാർ കാലങ്ങളായി കാണുന്ന സ്വപ്നം വൃഥാവിലാകുമോ എന്ന പേടിയും AKG സെന്ററിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും യെച്ചൂരി ജനറൽ സെക്രട്ടറിയും കോടിയേരി സംസ്ഥാന സെക്രട്ടറിയുമായതോടെ സംഗതി മാറിമറിയുന്ന ലക്ഷണമുണ്ട്. VS-നെ പോലെ ആവേശം വിതയ്ക്കുന്ന നേതാവ് മറ്റാരുണ്ട് എന്നതാണ് സീതാറാം യെച്ചൂരിയുടെ ചോദ്യം. VS Achyutanandan is also doing what he did because he's been a communist for the past 70 years. അധ്വാനത്തിന്റെ വിലയറിയാത്ത ഒരു ചെറിയ വിഹിതം കിട്ടിയാൽ ഏത് കടുത്ത അഴിമതിയും കണ്ടില്ലെന്ന് നടിക്കുന്ന, കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് എന്നെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. അധ്വാനത്തിന്റെ വിലയറിയുന്ന, അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധമുള്ള, സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിക്കാൻ കഴിവുള്ള നേതാവിനെ ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ട്. ആരുടെയും നേതാവാകാൻ ഞാനിനി ഇല്ല അൻവറേ. If Comrade VS Achyutanandan has shown such energy, which he always has shown, is something for you and me of our generation to learn. What is the secret of this sort of energy and do what he is doing? ഇവിടുത്തെ കന്നുകാലികളുടെയും മരങ്ങളുടെയും ഒക്കെ ഇടയിൽ ഒരു വലിയ സമത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഇല്ല, മുകുന്ദേട്ടൻ അങ്ങനെ ഒളിച്ചോടാനാവില്ല. ചെമ്മണ്ണൂറുകാർക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മുകുന്ദേട്ടനുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അവസാനമില്ലാത്ത പോരാട്ടമാണെന്ന് മുകുന്ദേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. VS Achyutanandan has never done anything that is not in the particularly such campaigns that is not in the interest of the party. അതേതാണ് ആ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. യെച്ചൂരിയെ പോലും ആവേശത്തിലാക്കുന്ന ഒരു സിംഗമാകുമ്പോൾ പിന്നെ ഒന്നും വർണ്ണിച്ച് കേൾപ്പിക്കേണ്ടതില്ലല്ലോ. എന്തായാലും കാലങ്ങളായി VS-ന് ഭ്രഷ്ട് കൽപ്പിച്ച പോഷക സംഘടനകളും നിലപാടുകൾ മാറ്റി തുടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന് DYFI സെക്യുലർ മാർച്ചിന്റെ വടക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനത്തിന് VS-നെ കയ്യൂരിലേക്ക് തന്നെ വിളിച്ചുകൊണ്ടുപോയി കളഞ്ഞു DYFI-കാർ. ഫാൻസിന്റെ മുദ്രാവാക്യങ്ങൾക്കാണെങ്കിൽ ഒരു കുറവുമുണ്ടായില്ല.
ഇതൊക്കെ കണ്ട് ദുഃഖിച്ചിരിക്കുന്ന പിണറായിക്കുള്ള മരുന്ന് എന്താണ് എന്ന് ജയരാജന്മാരാരെങ്കിലും ആലോചിക്കുമായിരിക്കും. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂലക്കിരുത്താനുള്ള പതിവ് ഉപകരണമാക്കി മാറ്റിയാലും അതിശയിക്കാനില്ല. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കൊച്ചി ഭരണം.